അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്ന تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും تلك الدار الآخرة ആഖിറാൻ ചൊല്ല വീട് അകം ആഖിറാൻ ചൊല്ല ലോകം അതിനെ നാം ആർക്ക് ആക്കിടാൻ ചൊന്നെങ്കിൽ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാത്ത ആൾമാർ ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കാത്ത ആൾമാർ ഇങ്ങാണ് ആഖിറം വിജയിക്കടെ. എന്നിട്ട് അതിന് അവസാനം ഖുർആൻ ചൊല്ലുവൽ ആഖിബത്തുൽ മുത്തഖീൻ അന്തിമ വിജയം മുത്തഖീങ്ങാണ്. അല്ലാഹുടെ ഭയപ്പെട്ട് ജീവിച്ചെങ്കിലത്തെ സ്വാലിഹീങ്ങാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നുണ്ട് വൽ ആഖിബത്തുൽ മുത്തഖീൻ. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു മനുഷ്യരെ അവസാനം ഏറ്റവും നല്ലതാവണോ, മരിക്കുന്ന സമയത്ത് നല്ല രൂപത്തിൽ മരിക്കണോ, ആ അന്തിമ വിജയം ആർക്ക് കിട്ടുമെന്ന് ചൊന്നെങ്കിൽ മുത്തഖീങ്ങാണ്. ഒരേ ഒരു ഗ്രൂപ്പിടെ വക്കിയാണ് അള്ളാഹു ചെന്നുകൊണ്ടുള്ളത്. അള്ളാഹുടെ പേടിച്ച് ജീവിക്കണമെങ്കിൽ ആൾമാർക്ക് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന പോലെ ജീവിക്കണമെങ്കിൽ ആൾമാർക്ക് അള്ളാഹു അന്തിമ വിജയം കൊടുക്കടാ. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധമായ ഹദീസാണ്, ഒരാൾ അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ പേര് ചൊല്ലുക സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടായെങ്കിൽ ദഖലൽ ജന്ന, അയാൾ ആദ്യമേ സ്വർഗ്ഗത്തിൽ കടക്കുന്നുണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മരിക്കണമെങ്കിൽ ഒരാളെ മുട്ട പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മെല്ലെ ഇങ്ങനെ ചൊന്നു കൊടുക്കണോണ്ടാണ്. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തുണ്ടായെങ്കിൽ പിന്നെ ചൊല്ലുക പോകണ്ട, പിന്നെ അവിടെ നിന്നും മുണ്ടണ്ട. എന്റെ അയാൾ അവസാനത്തെ പലക്ക അല്ലാഹ് ചൊല്ലെങ്കത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ട് അയാൾ മരിക്കട്ട്. അയാൾ ആദ്യമേ സ്വർഗ്ഗത്തിൽ കൊണ്ടുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി. അങ്ങനെ മുത്തഖീങ്ങളായ ആൾമാർക്ക് അന്തിമ വിജയം കിട്ടു. അങ്ങ് മരിക്കുന്ന സമയത്ത് മലായിക്കത്ത് അങ്ങ് സ്വാഗതം ചെല്ലാറ്. അതാണ് സൂറത്തുൽ ഫജ്ർ. ദുൽഹിജ്ജ ആദ്യത്തെ എല്ലാ നാലിലും ആദ്യത്തെ 10 ഓതവ് സുന്നത്തായിക്കത്തെ ഒരു സൂറത്തിന്റെ വൽ ഫജ്രി വലയാലിൻ അശ്ർ. അതിൽ അല്ലാഹു ലാസ്റ്റ് ചെല്ല യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ മുത്തഖിയായ ആളെ വിളിച്ചിട്ട് സ്വാഗതം ചെല്ലാറ്, നീ നിന്റെ സ്വാലിഹീങ്ങളായ നല്ല അടിമകൾ ലിസ്റ്റിൽ കിടക്കണു, വദ്ഖുലി ജന്നതി, നീ നിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കണോണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നോണ്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വഫാത്തായത്തെ ടൈമിൽ അയാളെ കഫൻ തുണിയുടെ ഉൾക ഒരു പക്ഷി പോലത്തെ സാധനം പോയിട്ടുണ്ടാണ്. ആൾമാർക്ക് എന്തിനായിട്ട് വന്നായില്ല. അപ്പോഴാണ് ഈ ആയത്ത് ഇങ്ങനെ ജോർ എവിടമാ വിളിച്ചു ചൊല്ലത് എടുത്ത് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബി. മരിച്ചു കിടക്കണമെങ്കിൽ ആൾമാർ മരിക്കുകയെ പുറത്തുള്ള അങ്ങോട്ടേക്ക് ചെന്നുകൊണ്ടുള്ള നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോറൂ. ഖീല ദഖുലിൽ ജന്ന. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ. യാസീൻ സൂറത്ത് ഖുർആന്റെ ഹാർട്ടാണ്. അതിലെ അള്ളാഹു ചൊല്ലേ മരിച്ചെങ്കത്തെ ടൈമിലെ സ്വർഗ്ഗത്തിൽ കിടക്കൂ, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോറും ചൊല്ലെങ്കിൽ ആൾമാറുള്ള. അതെങ്ങനെ സ്വർഗ്ഗത്തിൽ പോണ്ടേ? സ്വർഗ്ഗം ഇനി പറഞ്ഞത്തരല്ലേ എന്ന് കേട്ടെങ്കിൽ ഖബറും ചൊല്ലതര ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് റൗദത്തും മിൻ റിയാദിൽ ജന്ന. ഇമ്മ ഒന്നിരിക്കലും അത് സ്വർഗ്ഗത്തെ തോട്ടാണ്, അല്ലെങ്കിൽ നരകമാണ്. രണ്ടാൾ ഒന്നാണ്. അള്ളാഹു ഞങ്ങളെ ഖബറെല്ലാം സ്വർഗമാക്കി തെരുമാറാവട്ടെ. ഒരാൾ മരിച്ച ഉടനെ സ്വർഗത്തെ അനുഭൂതി അയാൾക്ക് അനുഭവിക്കുകയുള്ളൂ. അയാൾക്ക് മലായിക്കത്തിന് സ്വാഗതം ചെല്ലാറ്. ഈ ഒരു ജീവിതത്തിന് വേനായിട്ടാണ് മനുഷ്യൻ അധ്വാനിക്കുന്ന. ഇന്നത്തെ കുടുംബത്തിൽ അത് മാത്രമാണ് ചെന്ന മൂത്രഭാഗ്യം. എല്ലാ സമയത്തും ചൊല്ലു ഇണ്ടും ചെന്നത് മൂത്രഭാഗ്യാണ്. ഞങ്ങൾക്ക് മുന്നിൽ കുറെ ആൾമാർ മരിച്ചു പോയാൽ എന്തിക്ക് അങ്ങെല്ലാരും മരിച്ചു പോയിട്ട് നിങ്ങളെല്ലാരും സുഖിക്കുറും ചെന്നിട്ട് അങ്ങ് പോയിടെ അല്ല. വലാബുദ്ധലക്കും അൻ തമുറു ഹൈതു മറു. അങ്ങ് പോയ ജാഗത്ത് നിങ്ങൾക്കും പോണേ, അത് അഗത്യമാണ്, കട്ടായമാണ്. ഒരിക്കലും അതിനെ തൊട്ട് രക്ഷപ്പെടുക സാധ്യമേ ഇല്ലാണ്ടാണ് ഖുത്ബത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയേ. അതുകൊണ്ട് മൗത്ത് ആണ് മനുഷ്യന്റെ അടിയാവണായേ. തന്റെ അന്തിമ അവസ്ഥ ഏറ്റവും നല്ലതായി മാറണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിൽ ഒരു ആയത്തുണ്ട്, നല്ല ആൾമാറുകളെങ്കത്തെ സ്വാഗതം മലായിക്കത്താക്കടാർ. എങ്ങനെ ഒന്നുണ്ട വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. അല്ലാഹുടെ പേടിച്ചെങ്കത്തെ ആൾമാർ, പഠിച്ചുകൊണ്ട് പേടിച്ചെങ്കത്തെ ആൾമാർ ദുനിയാവിൽ വേറെ എന്നും അങ്ങ് ചിന്തിച്ചില്ല. അള്ളാഹു ചൊല്ലെങ്കത്തെ ബോധം അങ്കിന്ത് അങ്ങനെ വ്യവഹാരത്തിലും അങ്ങനെ ഹർക്കാത്ത് സക്കനാത്തിൽ ചലന നിശ്ചലനത്തിൽ അള്ളാഹു നോക്കുക. അള്ളാഹുടെ ബോധമുള്ളെങ്കത്തെ ആൾമാർ ആറുള്ളാറ അങ്ങനെ വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. മലായിക്കത്താണ് ആനയിച്ചുകൊണ്ട് ജാഥ പോയ പോലെ സ്വീകരിച്ചിട്ട് ഞങ്ങളെ സ്വർഗത്ത് കൊമ്പോണ്ട് അറിങ്ങനെ പോകുമ്പോ
അങ്ങ് വരുമ്പോ സ്വർഗത്തെ മുട്ട പോലെ ആൾമാരിക്കാർ സ്വർഗത്തെ കാക്കടങ്കത്തെ മലായികത്ത് ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ഇങ്ങനെ സന്തോഷത്തോടെ വരുമ്പോ അവിടെ നിന്നെങ്കത്തെ മലായികത്ത് ഇപ്പറ അസ്സലാമു അലൈക്കും ചൊല്ലാറ്. സാധാരണ അങ്ങനെ അല്ലല്ലേ, കുർബക്ക നിന്നെങ്കത്തെ ആൾമാർക്ക് പോണ്ട ആൾമാരാണ് സലാം ചൊല്ലണേ. ഇതങ്ങനല്ല. നിന്നെങ്കത്തെ മലായികത്ത് പ്രോട്ടോകോൾ ഉല്ലംഘിക്കപ്പെടുന്നത് ഈ മോമിനീങ്ങളായ ആൾമാരെ കാണുമ്പോ സന്തോഷം കൊണ്ട് ആവേശം കൊണ്ട് മലായികത്ത് നിന്റെ ഇപ്പറ സലാം ചൊല്ലാറുണ്ട. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. നിങ്ങൾക്ക് സലാമുണ്ട്, നിങ്ങൾ സ്വർഗത്ത് കാലകാലമായിട്ട് കിടക്കുറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല. അപ്പൊ ഏത് സമയത്തും ജീവിതത്തെ ഏത് മേഖലയിൽ നിന്ന് ഇന്നാണ്ടായെങ്കിലും ഈ ഒരു നാളിന്റെ ಬಗ್ಗೆ ഓർമ്മ വേണോ. നക്കും മരിക്കുകൊണ്ടു ആ മരണം ഏറ്റവും നല്ല മരണമാവണോ, സ്വാലിഹീങ്ങളെ മരണമാവണോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നന്റെ മരണത്തെ ബാക്കി നിങ്ങൾ കൊതിച്ചിട്ട് നിങ്ങൾക്കും അങ്ങനത്തെ മരണം കിട്ടണോന്ന് ചൊല്ലണോ. ഞാൻ ഇത് എന്തിക്ക് ചൊന്നെങ്കിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ഉസ്താദ് മരിച്ചിട്ട് അബ്ദുൽ ലത്തീഫ് മദനി ചൊല്ലെങ്കത്തെ കുക്കാജർ ഒരു ഉസ്താദ്. അയാൾ എല്ലാവർക്കും ഒന്നുള്ളതാണ്. ബാങ്ക് കൊടുക്കുമ്പോഴാണ് അയാൾ മരിച്ചത്. ഇത് ലോകമെമ്പാടും ശ്രദ്ധയായിട്ട് അൽ ജസീറ ചാനലിൽ വരെ അതിനെ കൊടുത്താറ്. മുസ്ലിമായ ഒരു മദ്ദിനായ ഒരാള് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന നേരം അയാൾ മരിക്കണമെങ്കിൽ ലഹ്വത്തിൽ ചൊന്നിട്ടു അങ്ങനെ വിശദീകരിച്ച. അപ്പൊ ലോകമെമ്പാടുമുള്ള ആൾമാർ വലിയ സന്തോഷത്തിൽ വലിയ ഒരാൾ മരിക്കുമ്പോ അയാളെ ഹുസ്നുൽ ഖാത്തിമത്തെ സ്വീകരിച്ചതും ഞങ്ങൾക്കും അങ്ങനെ മരിക്കണമെന്ന് ചൊന്നിട്ട് ആവേശത്തിൽ കാത്തു നിന്നെങ്കിൽ രംഗമുണ്ടല്ലേ. അത് ചില്ലറ മരണം എന്തോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം കൊടുക്കണമെങ്കിൽ ആൾമാർ. ഞാൻ അയാളെ പറ്റി അവിടെ അന്വേഷിച്ച് കേട്ടിട്ട് നോക്കുമ്പോ അയാൾ മുഅദ്ദിനെന്തോ അല്ല, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളല്ല. അയാൾ മുഅദ്ദിൻ റായത്ത് പോയപ്പോ ഇയാൾ ബാങ്ക് കൊടുത്തതാണ്. എന്റെ അസർ അയാളെ സൗഭാഗ്യം നോക്കും. ബാങ്ക് കൊടുക്കുന്ന ആളുണ്ട്, എപ്പം ബാങ്ക് കൊടുക്കുന്ന ചാൻസ് ഉണ്ടോന്ന് ചെല്ലല്ലേ. ഇയാൾ ബാങ്ക് കൊടുക്കുന്ന ആളല്ല ഉള്ള, അയാൾ അവിടെ ഒരു മുഅല്ലിമാണ്. ഇയാൾ മുഅദ്ദിൻ റായത്ത് പോയപ്പോ ഞാൻ ബാങ്ക് കൊടുക്കൂടെ, അങ്ങനെ അസർക്ക് ബാങ്ക് കൊടുക്കുന്ന ചാൻസ് അയാൾ കിട്ടിയിട്ട് അങ്ങനെ അല്ലാഹു അക്ബർ. ഏറ്റവും നല്ല കലിമത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ നോക്കുള്ള ഏറ്റവും നല്ല കലിമത്ത് വുളൂഓടുകൂടെ പള്ളിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ പേര് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു വിളിക്കടക്കത്ത ആളക്കാൽ ഖൈറായ പലക ചൊല്ലുടെ ഒരാളും ലോകത്തില്ലാണ്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ലു. അങ്ങനത്തെ നല്ല കലിമത്ത് ചൊല്ലുടെങ്കത്തെ ടൈമിൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അതൊന്നേ ചൊല്ലുടെ പിന്നൊന്ന് പൂർത്തിയാക്കണമെന്ന് അയാളങ്ങ് മരണപ്പെട്ടു കൊണ്ടും ചൊല്ലത്. ഇത് ഹുസ്നുൽ ഖാത്തിമാൻ, നല്ല അന്ത്യത്തെ അടയാളായിട്ടാണ് മഹാന്മാർ നമുക്ക് പരിപാടി തന്നുകൊണ്ടുള്ളത്. ഒരാളെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാണ് വിചാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ചൊല്ലു ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ. ഒരാളെ കൊണ്ട് അല്ലാഹു നല്ലത് ഉദ്ദേശിച്ചാണ്ട് ഇസ്തഅമലഹു, അല്ലാഹു അവന്റെ സ്വറാക്വാട്ര പണിയാക്വാട്ര. എങ്ങനെ പണിയാക്കാട്ടെ സ്വഹാബത്ത് കേട്ടാർ. അപ്പ ചൊന്തു യുവഫിഖുഹു ലിൽ അമലി സ്വാലിഹി ഖബ്ലൽ മൗത്ത്. മരണത്തിന് മുന്നിൽ അവൻ നല്ല പണിയെടുക്കുവാൻ വല്ലാത്തൊരു വിഷയമാണ്. അവൻ ചിലപ്പോൾ മോശപ്പെട്ട ആളായിട്ടിക്കും മരിക്കട മുന്നിൽ അവനക്ക് നല്ല സ്വറാക്കിടങ്കത്ത സൗഭാഗ്യം കിട്ടരുത്. ഇതിരാട്ടി വലിയ നല്ല സ്വറ എന്താണ്? നല്ല സ്വറ ആക്കിക്കൊണ്ടിരിക്കുമ്പോ മരിക്കടെ ഇതിരാട്ടി അപ്പുറത്തെ നല്ല കൗലില്ലാണ്ടാണ് പരിശുദ്ധ ഖുർആൻ ചൊല്ല്. ഒരടിമനെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ലിഅമലിൻ സ്വാലിഹ്. മരണത്തെ മുന്നിൽ നല്ല സ്വറ ഉണാക്കട. അങ്ങനത്തെ സ്വറാക്ക് ഒരാൾക്ക് തൗഫീഖ് കിട്ടിയിട്ടുണ്ടായെങ്കിൽ അയാളെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിരാൻ ചൊല്ലുന്നതിന് ഏറ്റവും വലിയ തെളിവുണ്ട് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ അവസാനത്തെ സമയത്തായിരിക്കും നന്നാവിടെ. ഇത് ചൊന്നിട്ട് ഞാൻ നാളെ നന്നാവിടെ മറ്റന്നാൾ നന്നാവിടെ എന്റെ ഓർത്ത് വിചാരിച്ചാണെങ്കിൽ അവൻ വെട്ടിയാണ് സഫീഹ. കാരണം ഏത് സെക്കൻഡിലും മരിക്കല്ലേ. രോഗമില്ലാത്തെങ്കിൽ ഒരാൾ ആവേശത്തോടെ ബാങ്ക് കൊടുക്കോ കണ്ട് ബാങ്ക് തീർച്ചയായിട്ടും മുന്നിൽ മരിക്കണം ചൊന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മരിക്കുക രോഗത്തെ അകറ്റിയില്ലല്ലേ, മരിക്കുക സമയത്ത് അകറ്റിയില്ല, സ്ഥലം കാലം അങ്ങനെ ഒന്നുമില്ലല്ലേ. ഏത് സമയത്തും മരിക്കാം. എത്ര വലിയ ആരോഗ്യവാനായ ആളും അവൻ നല്ല ആവേശത്തിലിരിക്കണെങ്കത്തെ ടൈമിൽ മരിച്ചു പോവാം. അത് ഏറ്റവും വലിയ തെളിവാണത് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് നാളെ നല്ല അവിടെ, നാളെക്കരി നല്ല അവിടെ, ഇനി അടുത്ത റമദാൻ വരട്ട് സമവിടെ ഇങ്ങനെ വിചാരിക്കുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ വിധിയാണ്. അതുകൊണ്ട് ഈ സെക്കൻഡിലെ ഞാൻ നന്നാവിടെ വിചാരിക്കണമെന്നാണ് മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതാണ് നമുക്ക് പരിപാടി. അവസാന സമയത്ത് നന്നാവാം. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാളുണ്ട്. അയാള് ഒരു വക്ത് സുജൂദാക്കിയില്ല, ഒരു വക്ത് നിസ്കരിച്ചിട്ടില്ല, ഒരു ടൈം സുജൂദാക്കിയിട്ടില്ല, ഒരു സുജൂദ് അല്ലാഹുവിനായിട്ട് ഒരു സുജൂദ് അയാൾ ആക്കിയിട്ടില്ല, ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല. പക്ഷേ അയാൾ സ്വർഗത്ത് കണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത്. അയാൾ ആറായിട്ടി കുറബെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹാബത്തെല്ലാം കണ്ടെങ്കിൽ ഞങ്ങളൊട്ടി കേട്ടോണ്ടിരുന്നത് ഒരു സുജൂദും ആക്കാണ്ട് സ്വർഗത്ത് പോയാൽ നീ കൊത്തുണ്ടാണ് കേട്ടു.
അപ്പൊ അങ്ങ് ചൊല്ലാറ് നമുക്ക് ഒത്തില്ല. അപ്പൊ അയാൾ ചൊന്നു കൊടുക്കണം. അയാളെ പേര് ഉസൈരിമോണ്ട് കാണുന്ന നെനപ്പ് നമുക്ക് കറക്റ്റ് നെനപ്പില്ല. ഉസൈരിമായിട്ട് ഇക്കൊറു ആ സ്വഹാബി മദീനത്തെ ബനു അബ്ദുൽ അഷ്ഹലിൽ പെട്ട ആളാണ്. മദീനത്തെ രണ്ടാമത്തെ വലിയ മഹത്വമുള്ള ഗ്രൂപ്പാണ്. ഒന്ന് ബനു നജ്ജാർ, പിന്നൊന്ന് ബനു അബ്ദുൽ അഷ്ഹൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് പോയപ്പോൾ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ് ആ ഗ്രൂപ്പിന്റെ ലീഡർ. അങ്ങനെ മുസ്ലിം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോൾ അയാൾ മുസ്ലിം ആവുന്നു. അങ്ങനെ മുസ്ലിമായിട്ട് സഅദ് ഇബ്നു മുആദ് അല്ലെങ്കിൽ ആ മദീനത്തെ അൻസാറുകൾ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട ഒരാളാണ്. വലിയ ബർക്കത്തുള്ള ആളാണ്. അയാൾ മുസ്ലിമായിട്ട് നേരെ അയാളെ കുടുംബത്തെ മുട്ട പോയിട്ട്, ഗോത്രത്തെ മുട്ട, വെറും കുടുംബമല്ല, അയാളെ വലിയ ഗോത്രാണ്, എത്രമോ നൂറുകണക്കാളുള്ള. അങ്ങനെ മുട്ട പോയിട്ട് ഞങ്ങളെ വിളിച്ചിട്ടൊരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ചൊന്തു, നിങ്ങൾക്ക് നന്റെ ബക്കിയുള്ള അഭിപ്രായം എന്താണ്? അങ്ങനെ ചെന്നാറ് നിങ്ങൾ സയ്യിദുന ഞങ്ങളുടെ നേതാവല്ലേ, നീ എന്തും ചൊന്നെങ്കിൽ അനുസരിക്കടല്ലേ? അപ്പൊ അയാൾ ചൊന്ന വലക്ക നാണിപ്പോ മുസ്ലിമായിട്ട്, അതുകൊണ്ട് നീ എല്ലാവരും മുസ്ലിം ആവിടാറാ. എല്ലാവരും ആ സദസ്സിലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇത്രയും ആൾമാർ ഇസ്ലാമുക വന്നാറുണ്ട്. അങ്ങനെ വന്നപ്പോ ഇസ്ലാമുക വരാത്തെങ്കത്തെ ഒരാളാണ് ഈ ചൊന്നെങ്കത്തെ ആള്. അയാൾ ഇസ്ലാമുക വന്നിട്ട് അയാൾ പിന്നെയും പോയിട്ട് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഉഹദ് യുദ്ധത്തെ നാളില് ഒരു ജനിയാസ 2 ശവ്വാൽ 15 ഉഹദ് യുദ്ധം നടക്കണേ. അങ്ങനെ സ്വഹാബത്ത് അൻസാറുങ്ങ അബ്ദുൽ അഷ്ഹലിന്റെ കുടുംബക്കാരെല്ലാവരും ഉഹദ് യുദ്ധത്തിൽ പോയപ്പോ അപ്പോഴാണ് അയാളെ മനസ്സൊന്ന് ചേഞ്ച് ആവുകയെ. ഞാൻ ഓർത്ത ബാക്കിയല്ല റബ്ബേ, ഞാൻ ബാക്കിയായെങ്കിൽ അവരെ അയാൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിട്ട് നേരെ ആയുധം എടുത്തിട്ട് ഉഹദ് മണ്ണ് കാണും ഓട്. അങ്ങനെ ഓടിയിട്ട് മുസ്ലിം പക്ഷത്ത് നിന്നിട്ട് അയാൾ ഷഹീദാവുള്ളൂ. കുറച്ച് സമയം മാത്രമാണ്. ഒരു സുജൂദ് പോലും ആക്കാത്ത ആളാണ്. അങ്ങനെ ഷഹീദാവുള്ളൂ. അവസാനം സ്വഹാബത്തെല്ലാം മരിച്ചെങ്കത്തെ ആൾമാരെ സുഹദാട് നോക്കൂ പറയുമ്പോ ഇയാൾ അവസാന നിമിഷത്തിലുണ്ട്, സക്കറാത്തിലുണ്ട്. ഇപ്പൊ അയാൾ മരിക്കട്. അയാളിലൊട്ട് കേട്ടാൽ ഈ കൽബുതാണ്. മുസ്ലിം ആവാതെങ്കത്തെ ഒരാള് മുസ്ലിമീങ്ങളെ പക്ഷത്ത് നിന്നിട്ട് എങ്ങനെയാണ് യുദ്ധാക്കടെ? ഗോത്രത്തെ തടുക്കുവാനായിട്ട് ഞങ്ങളൊട്ടിയ വിരസത്തിൽ വന്നിരമാ മുസ്ലിമായിട്ട് വന്നിരമാണ് കേട്ടാറ്. ഞങ്ങളൊട്ടിയ വിരസത്തിൽ വന്നെങ്കാവാറ ഇസ്ലാമായിട്ട് വന്നെങ്കിൽ ഇയാൾക്ക് വലിയ കൂലി കിട്ടു. അയാൾ ചൊന്തു ഞാൻ മുസ്ലിമായിട്ടാണ് വന്നരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയപ്പ അയാൾ സ്വഹാബി നല്ല ചൊന്നേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലക്കെന്തര ഒന്നുണ്ട, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തെ ആളും സർട്ടിഫിക്കറ്റ്